ഹലോ. അപ്പോൾ ഇത് ഇന്ന് നമ്മൾ കുമ്പളങ്ങക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇപ്പം ഇവിടെ സമയം 5 മണി ആയിട്ടുണ്ട്. ഏട്ടന് ഈവനിങ് ഷിഫ്റ്റ്. അപ്പോൾ ഇത് ഇപ്പം പോയുള്ളൂ. അപ്പോൾ നമ്മളൊരു 2 മണി 3 മണി എന്തോ ആയപ്പോഴാണ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഉച്ചക്കലത്തേക്കും രാത്രിയിലത്തേക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. ഉച്ചക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്കറിയില്ല, ചില ദിവസങ്ങളിൽ മാത്രമാണ് രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കണ പോലെ കഴിക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ചായ കുടിച്ചിട്ട് രാത്രി ഏട്ടൻ വന്നതിന് ശേഷം, രാത്രി എന്നല്ല വെളുപ്പിനാണ്, 5 മണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി വെളുപ്പിന് 4 മണിക്കായിരിക്കും വരിക. അപ്പോൾ ഈ ഒരു ഷിഫ്റ്റ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ഷിഫ്റ്റാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജോലിക്ക് പോവാത്തത് കൊണ്ട് കുഴപ്പമില്ല, ഞങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ട്. പണ്ടായിരുന്നപ്പോൾ ഈവനിങ് ഷിഫ്റ്റ് ആയിരുന്നു, ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, അപ്പം ഞങ്ങൾക്ക് കാണാൻ കൂടെ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു മെയിൻ റീസൺ കൊണ്ടാണ് ഇപ്പം ഞാൻ ജോലിക്ക് പോകാത്തത്. അപ്പം ഇത് അന്ന് പപ്പ തന്നു വിട്ട നമ്മുടെ കുമ്പളങ്ങയാണ്. ഞാൻ അതിൻ്റെ പകുതി അന്ന് എടുത്തിട്ട് നമ്മുടെ കുമ്പളങ്ങ മോരുകറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ചിക്കൻ കറി വെക്കില്ലേ, മുറിയണില്ല, തേങ്ങ വറുത്തരച്ചിട്ട് ചിക്കൻ കറി വെക്കില്ലേ, അപ്പം അതേപോലെ വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കണേ. ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് വെക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ചിക്കൻ കറി വറുത്തരച്ച് വെക്കുമല്ലോ, അപ്പം യൂട്യൂബിലൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല രസമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കുമ്പളങ്ങ പിന്നെ ചിക്കൻ്റെ കൂടെ ഇട്ട് വെക്കുന്നതും കൂടെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കുമ്പളങ്ങേൻ്റെ ഗുണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഉണ്ട്. നമ്മൾക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാനും അങ്ങനെ ഇമ്മ്യൂണിറ്റി മുതലായ കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. പിന്നെ വണ്ണം കുറയാനോ എന്താണോ വയറ് കുറയാനോ എന്തിനോട്ടിയോ ഇതിൻ്റെ വെള്ളം കുടിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഇത് മുറിക്കാൻ പറ്റുന്നില്ല, നല്ല കട്ടി. ഞാൻ ഉള്ള വലിയ കത്തി നോക്കി ഞാൻ എടുത്തേക്കുന്നത്. അപ്പം എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് മുറിച്ച് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ, നമ്മൾ ചിക്കൻ വറുത്തരിച്ച് കറി വയ്ക്കൂല, ആ ഒരു സെയിം പ്രൊസീജിയറിലാണ് ഞാനിത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, നല്ലതാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനിത് ചെയ്യുന്നത്. അയ്യോ, അവിടെ പോയി നോക്കാം എന്തായാലും. ഇപ്പോഴാണ് ഓർത്തെ തേങ്ങ വറുത്തരയ്ക്കണമല്ലോ. അപ്പോൾ തേങ്ങ വറുത്തിട്ട് ചൂടാറിയിട്ട് വേണമല്ലോ നമ്മൾക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഫസ്റ്റ് തേങ്ങ വറുത്ത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് നന്നാക്കി എടുക്കാം, അല്ലെങ്കിൽ ചൂടോടുകൂടെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ ചിക്കൻ വറുത്തരച്ച് വെക്കൂല, അത് സെയിം പോലെ തന്നെ ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഒരു 1.5-2 പിടിയോളം നമ്മൾക്ക് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു 3-4 കഷ്ണം വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മുഴുവൻ മസാലയിൽ ബേ ലീവ്സ്, ഗ്രാമ്പൂ, ഏലക്ക, പട്ട, അങ്ങനത്തെ മുഴുവൻ മസാലകളെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്ത് നമ്മൾ വറക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ മസാലപ്പൊടികളുണ്ടല്ലോ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കറി മസാല, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വറുത്തെടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. അത്രയേ ഉള്ളൂ, എളുപ്പമാണ്, പെട്ടെന്ന് കറി. ഒരു വറക്കാനും ഉള്ള ഒരു സമയം മാത്രമാണ് നമ്മൾക്ക് ഇതിനു വേണ്ടി പോകുന്നുള്ളൂ. പിന്നെ മറ്റേ കുക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും, കുമ്പളങ്ങ വേഗം വേവും. ഇതിപ്പോൾ ഞാൻ മറ്റേ പാത്രത്തിൽ അങ്ങനെ അടച്ചു വെച്ചിട്ടാണല്ലോ വേവിക്കുന്നത്, അപ്പം നമുക്ക് കുറച്ചും കൂടെ സമയം വേണ്ടി വരും. കുക്കർ ഞാൻ മേടിക്കുന്നുണ്ട്, എന്തായാലും അടുത്ത മാസം മേടിക്കണം എന്നുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത്. പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ പെൻഡിങ് ലിസ്റ്റിലുള്ളത് കൊണ്ട് അതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അങ്ങ് പോവാണ്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചില്ല കേട്ടോ, ഞാൻ നേരെ തന്നെ അതങ്ങൊന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ നമ്മുടെ കുമ്പളങ്ങയുടെ ഉള്ളിലോട്ട് സവാളയും പച്ചമുളക് ഇച്ചിരി ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുക്കും. പിന്നെ അത് വെന്ത് കഴിയുമ്പം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഒരു തേങ്ങ വറുത്തരച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കും. അത്രയേ ഉള്ളൂ സംഭവം. പിന്നെ നമുക്ക് ലാസ്റ്റ് ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ചോറ് ഇച്ചിരി ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതെനിക്ക് ഉച്ചക്കലത്തേക്ക് എനിക്കത് മതി. അതൊന്ന് തിളപ്പിച്ച് മാറ്റിയിട്ട് വേണം എനിക്ക് വേറെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്ന് ഞാൻ പറയാൻ പോണ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്കിതൊരു പുതിയ വർഷമാണ്, ഫെബ്രുവരി ആയിട്ടുള്ളൂ. ഒരു 12 മാസത്തിൽ 2 മാസം തീരാനേ ആവണേ ഉള്ളൂ. അപ്പം ഇപ്പം എന്താ പറയുക, കുറേ ആൾക്കാർ
കുറേ വീഡിയോസും കാര്യങ്ങളും അങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞ എക്സ്പീരിയൻസൊക്കെ അവരുടെ എക്സ്പീരിയൻസൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടൊക്കെ വിഷൻ ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കാറുണ്ട്. പണ്ട് നമുക്കിത് എന്താണെന്ന് പോലും അറിയാത്തൊരു സംഭവമായിരുന്നു. അപ്പം എൻ്റെ ഈ വർഷത്തെ വിഷൻ ബോർഡ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എനിക്ക് പറ്റുന്ന ചാർട്ട് പേപ്പേഴ്സ് ഒന്നും കിട്ടാത്തത് കൊണ്ട് കഴിഞ്ഞ തവണ ഈ ജാനുവരിയിൽ നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞ് വന്നപ്പം ഞാനൊരു ചാർട്ട് പേപ്പറും കൂടെ കൊണ്ടുവന്നിട്ട് ഞാനിപ്പോൾ അത് ചാർട്ട് പേപ്പറിലോട്ടേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഈ വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കുന്നതേ കുറേ ആൾക്കാർക്കൊക്കെ അത് എഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ടാവും. കുറേ ആൾക്കാർ വേറെ പണിയൊന്നുമില്ല, ടൈം വേസ്റ്റ് ആണെന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷേ ട്രസ്റ്റ് മീ, ഈ വിഷൻ ബോർഡ് മാനിഫെസ്റ്റേഷൻ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അതേ പറ്റിയിട്ടൊക്കെ കുറേ കോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളുടെ തോട്ട്സാണ് നമ്മുടെ ലൈഫിലെ ഓരോരോ സിറ്റുവേഷൻസും സംഭവങ്ങളായിട്ട് കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മളെപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മൾക്ക് സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ കുറച്ച് നേരം ഒരു സങ്കടം വന്നു കഴിഞ്ഞാൽ അതേ പറ്റിയിട്ട് ഒന്ന് ചിന്തിച്ച് അത് വിട്ടുകളയുക. നമ്മൾ ജീവിതകാലം മൊത്തം നമുക്കിപ്പോൾ ഒരു സങ്കടം ഉണ്ടായി, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചുപോയി എന്ന് വിചാരിക്കുക. നമ്മുടെ ത്രൂ ഔട്ട് നമ്മൾക്ക് ആ ഒരു സങ്കടം ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്ന് കരുതിയിട്ട് നമ്മൾക്ക് ലൈഫിൽ വരുന്ന ഹാപ്പി മൊമെൻറ്റ്സ് അതോർത്ത് നമ്മൾ വേണ്ടാന്ന് വെക്കാറില്ല. എന്ന് കരുതിയ സങ്കടം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ നിന്ന് പോകത്തൊന്നുമില്ല. ചില സിറ്റുവേഷൻസിൽ നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ ആ ഒരു സങ്കടങ്ങളും ഓർമ്മകളും ഒക്കെ നമ്മുടെ മനസ്സിലോട്ടേക്ക് വരും. പക്ഷെ നമ്മളത് ഓവർകം ചെയ്തിട്ട് വീണ്ടും നമ്മൾ ബാക്ക് ടു ഹാപ്പി ലൈഫിലോട്ട് നമ്മൾ പോകും. അതാണ് ജീവിതം. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിലൊക്കെ ഒരുപാട് സങ്കടങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾക്ക് അതിൽ നിന്നും ഒന്ന് മാറി ഒരു ഹാപ്പി ലൈഫിലോട്ടേക്ക് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ ലൈഫിൽ നമ്മൾ മാറ്റേണ്ടത് നമ്മളുടെ ചിന്തകളെയാണ്, തോട്ട്സിനെയാണ്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് ലാസ്റ്റ് നമ്മുടെ ലൈഫ് അതുപോലെ തന്നെ ആവത്തുള്ളൂ. സോ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു വിഷൻ ബോർഡ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പം അതൊരു പെട്ടെന്നൊരു ദിവസം കൊണ്ട് നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമല്ല. നമ്മൾക്ക് ഈ ഒരു വർഷം ഡിസംബർ 31 ആവുമ്പോഴത്തേക്കും ഞാൻ എന്തായിരിക്കണം, എൻ്റെ കയ്യിൽ എന്തൊക്കെ വേണം എന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ വേണം. ഒരു ഐഡിയയും ഒരു ലക്ഷ്യവും ഇല്ലാണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് ഒരിടത്തും എത്താൻ പറ്റില്ല. അയാൾക്ക് വിഷൻ ബോർഡിൻ്റെ ആവശ്യവും ഇല്ല. അപ്പം നമ്മൾക്ക് ഫസ്റ്റ് തന്നെ വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ലൈഫിൽ നമ്മൾ സക്സസ് ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഇപ്പം ഈ ഒരു 2025 ആണ്. 2025 ഡിസംബർ 31 നമ്മൾക്ക് എന്താ വേണ്ടത്, ഞാൻ ഏതൊരു ലെവലിലാണ് ഞാൻ എത്തേണ്ടതെന്നുള്ളത് ലിസ്റ്റ് ഡൗൺ ചെയ്യുക. ഒരു പേപ്പറിൽ ഫസ്റ്റ് തന്നെ അത് എഴുതുക. എന്നിട്ട് ചാർട്ട് പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഭംഗിക്ക് പടം വരയ്ക്കാനൊക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പിക്ചേഴ്സായിട്ട് വരച്ച് ചെയ്യാം. അല്ലെങ്കിൽ പിക്ചേഴ്സൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എഴുതുമ്പോഴാണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. എനിക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തേക്കാളും വരയ്ക്കുന്നതിനേക്കാട്ടിലൊക്കെ ഒരാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെനിക്ക് കിട്ടി എന്നുള്ള രീതിയിൽ എഴുതി വെക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അപ്പം അങ്ങനെ ഞാൻ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളത് ആഗ്രഹിച്ച് നമ്മൾക്ക് കിട്ടി. ഒരിക്കലും എന്തെങ്കിലും ഒരു സാധനം നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്കത് വേണം എന്നല്ല പറയണ്ടേ, എനിക്കത് ഉണ്ട്, എനിക്കത് തന്നതിന് നന്ദി. ഈ താങ്ക് യു എന്ന് പറയുന്ന ഒരു വാക്കിനും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഈവൻ പറയും, ഇതൊരു വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, നമ്മൾക്ക് പൈസ കൂടുതൽ നമ്മൾക്ക് എന്താ പറയുക, എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് നമുക്ക് ബന്ധങ്ങളെക്കാൾ ഏറെ കൂടുതൽ ഇന്നത്തെ സമൂഹത്തിൽ വേണ്ടത് പൈസയാണ്. അപ്പം പൈസ നമ്മളിലേക്ക് വരാൻ പോലും ഒരു മെത്തേഡ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കിടെ കയ്യിലോട്ടേക്ക് നമ്മൾക്ക് പൈസ വരുമ്പോൾ സന്തോഷമാണ്, പക്ഷെ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ നമുക്ക് സങ്കടമാണ്. അതൊരു നെഗറ്റീവ് ഇതാണെന്നാണ് പറയുക. കാരണം അതേ പറ്റിയിട്ടൊക്കെ പഠിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്.
ഇപ്പം ജസ്റ്റ് അതൊരു നമ്മുടെ തോട്ടിൻ്റെ ഇതാ പറയുന്നത്, നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കടത്തി വിടുന്ന ഒരു തോട്ടിനെ പറയുന്നത്. നമ്മളൊരു സ്ഥലത്ത് പൈസ ചിലവാക്കുമ്പം, നമ്മൾ സങ്കടത്തോടു കൂടെ ചിലവാക്കുമ്പം അതിൽ നിന്നും നമ്മളുടെ മനസ്സിന് മനസ്സിലാവുന്നത് നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പണമില്ല, അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുമ്പം സങ്കടപ്പെടുന്നത് എന്നുള്ള രീതിയിലാണ്. സോ ഒരിടത്ത് നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുമ്പോഴും പോലും നമ്മൾ നമ്മുടെ മനസ്സിൽ താങ്ക് യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരിത് പറയാം. അപ്പോൾ ആ പൈസയ്ക്ക് നമ്മുടെ കയ്യിലോട്ടേക്ക് തിരിച്ച് വരാനായിട്ടുള്ള ഒരു ഇത് കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. അത് ആ പൈസേൻ്റെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഞാനിങ്ങനെ പറയുമ്പം ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് വരും. അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. അത് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾക്ക് എവിടെയെങ്കിലും എത്തണമെന്നുണ്ടെങ്കിൽ അത് എന്താണെന്നുള്ളത് ക്ലിയറായിട്ട് ക്ലാരിറ്റിയോടുകൂടെ നമ്മൾ ഒരു സ്ഥലത്ത് എഴുതി വെക്കുക. നിങ്ങളത് ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ആ ഒരു പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇന്ന് ആ സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെന്നുള്ളത്. എന്ന് കരുതിയിട്ട് എന്തെങ്കിലും ഒരു സംഭവം എഴുതി വെച്ചിട്ട് അതിന് വേണ്ടിയിട്ടൊന്നും എഫേർട്ട് എടുക്കില്ല എന്ന് അങ്ങനെയല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിയായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഐഡിയലായിട്ട് നമ്മൾ ഇരിക്കില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡേ ബൈ ഡേ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾക്ക് പോസിറ്റീവായിട്ടൊരു ചിന്താഗതി, കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് ഒരുപാട് ഉയരങ്ങളിൽ എത്തണമെന്ന് ആഗ്രഹമുണ്ട്, അവരതിനു വേണ്ടിയിട്ട് വർക്കും ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവർ 24/7 അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ചെയ്തിട്ടൊന്നും ശരിയാവണില്ല, എനിക്ക് ഒരു ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആവാൻ പറ്റുമോ, അങ്ങനെയൊക്കെയാണ്. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരിടത്തും നിങ്ങൾ എത്താൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾക്ക് എവിടെയെങ്കിലും എത്തണം, എന്തെങ്കിലും ആവണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ എത്തി, ഞാൻ ആ ഒരു പൊസിഷൻ ഞാനിപ്പം അച്ചീവ് ചെയ്തിട്ടുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എൻ്റെ ലൈഫിൽ ഉണ്ടെന്നുള്ള ഒരു ഇതിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നെഗറ്റീവ് തോട്ട്സ് എന്നുള്ള ഒരു സംഭവം നമ്മളുടെ മനസ്സിൽ നിന്നേ നിങ്ങൾ എടുത്ത് കളയുക. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇത് ഇന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഇതേ പറ്റിയിട്ട് ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാണ്ട് നാട്ടിൽ നിന്ന് ചാർട്ട് പേപ്പറൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ മുതലാണ് ഞാൻ ബുക്കിൽ എഴുതി വെച്ചിരുന്ന എൻ്റെ വിഷൻ സംഭവങ്ങൾ ഒരു ചാർട്ട് പേപ്പറിലോട്ട്, ഒരു വിഷൻ ബോർഡിലോട്ടേക്ക് ഞാൻ മാറ്റിയത്. അതുകൊണ്ടാട്ടോ ഞാൻ പെട്ടെന്ന് ആ ഒരു സംഭവം പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള ഇതിലെടുക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടി എന്നുള്ള പോലെ നിങ്ങൾ ബുക്കിലോ അല്ലെങ്കിൽ ജസ്റ്റ് പേപ്പറിലോ നിങ്ങളുടെ ഫോണിലോ എവിടെയെങ്കിലും നിങ്ങൾ എഴുതി വെച്ചിട്ട് എല്ലാ ദിവസവും, ഏറ്റവും ബെസ്റ്റ് വേറെ ഒരെണ്ണം ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കൊരു വാൾപേപ്പർ സെറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വാൾപേപ്പർ സെറ്റ് ചെയ്തിട്ട് ഫോണിൽ അതങ്ങ് നമ്മുടെ ലോക്ക് സ്ക്രീനോ എങ്ങനെയോ ആക്കി ഇടുക. അപ്പോൾ നമ്മൾ എപ്പോഴെപ്പോഴും കാണുകയല്ലേ ചെയ്യുന്നത്. ഏറ്റവും ബെസ്റ്റ് അതാണ്. നമ്മൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് എഴുതി വെച്ചിട്ട് നമ്മൾ എല്ലാ ദിവസവും അത് കാണുന്ന സ്ഥലത്ത് ഒട്ടിക്കുക. അല്ലെങ്കിൽ അങ്ങനെ ഒട്ടിക്കാൻ പറ്റാതെ ഇപ്പം റൂമിൽ വേറെ ആൾക്കാരൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആരും കാണാത്ത സ്ഥലത്ത് ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അതൊന്നും എടുത്ത് വായിച്ച് നോക്കിയിട്ട് എനിക്കത് കിട്ടി, താങ്ക് യു, ഞാൻ ആഗ്രഹിക്കുന്ന പോലെയാണ് ഞാൻ ജീവിക്കുന്നത്, താങ്ക് യു, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ട്രസ്റ്റ് മീ, നിങ്ങൾക്കത് ലഭിച്ചിരിക്കും, 100% ഷുവറാണ്. സോ നെഗറ്റീവായിട്ടുള്ള തോട്ട്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ഈ പറയുന്ന ഞാനും എപ്പോഴും ഹാപ്പിയൊന്നുമല്ല, എനിക്കും നെഗറ്റീവ് തോട്ട്സൊക്കെ വരാറുണ്ട്. അത് നമ്മൾ മനുഷ്യരാണ്. മനുഷ്യരുടെ എന്താ പറയുക, മനസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണത്. അപ്പോൾ അങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സൊക്കെ വരുമ്പം എന്താ പറയുക, പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനൊക്കെയാണ് ഈ കുറേ ആൾക്കാർ മെഡിറ്റേഷൻ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ മെഡിറ്റേഷൻ ചെയ്യാറുള്ളൂ. പക്ഷെ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല സൂപ്പറാണ് കേട്ടോ. നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് നമ്മുടെ തോട്ട്സിനെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിൽ പോലും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പം ദൈവത്തിനോട് ആ ഒരു സംഭവം, എനിക്കിപ്പോൾ ഒരു കാറ് വേണമെന്നുണ്ടെങ്കിൽ ദൈവമേ എനിക്ക് കാറ് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം ദൈവമേ ഞാൻ ആഗ്രഹിച്ച വണ്ടി എനിക്ക് ലഭിച്ചതിന്, ഞാനിപ്പോൾ ആ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്തിനും ഏതിനും താങ്ക് യു പറഞ്ഞിട്ട് അങ്ങ് ചെയ്യുക, ലൈഫ് സെറ്റായിക്കോളും. അപ്പോൾ ദേ വർത്താനം പറയണതിൻ്റെ ഇടയിൽ എൻ്റെ കറിയൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പാലക്ക് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ചീരയൊക്കെ നല്ല ഇഷ്ടമാണ്. പക്ഷേ നമ്മളുടെ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ ചീരയൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ പാലക്ക് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ആക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകമൊക്കെ ഒന്ന് ഒതുക്കി ചേർത്തു. അത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനൊരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു.
എനിക്ക് നല്ല ഇഷ്ടമാണത്. നമ്മളുടെ വെള്ളരിക്കേൻ്റെ കറിയും കൂടെ ഒന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ഞാൻ ചോറ് തിളപ്പിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് ഇന്ന് അരി വെക്കണമല്ലോ. അപ്പം എനിക്ക് ഉച്ചക്കലത്തേക്കുള്ള ചോറ് മാത്രമേ ഉള്ളൂ. അപ്പം രാത്രിയിലത്തേക്ക് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചോറ് വേണ്ടതുകൊണ്ട് ഞാൻ ചോറും കൂടെ ഒന്ന് അടുപ്പത്തിടാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ ഞാൻ പാലക്കിന്നേ കഴുകിയിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ചില്ല. ആ കഴുകി ഉടനെ തന്നെ ഞാനങ്ങ് അരിഞ്ഞ് വെച്ചിട്ട് അങ്ങ് വെച്ചതുകൊണ്ട് വെള്ളം കൂടുതലായിരുന്നു. അതുകൊണ്ട് അത് ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് സമയം എടുത്തു. അപ്പോൾ ഇവിടെ എന്താണെന്ന് അറിയില്ല, സൂപ്പർ മാർക്കറ്റിൽ ചീര ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ കേട്ടോ. അല്ലാത്ത പണ്ട് താമസിച്ചിരുന്ന സ്ഥലത്തൊക്കെ എനിക്ക് ചുവന്ന ചീരയും പച്ചച്ചീരയും ഒക്കെ കിട്ടുമായിരുന്നു. എനിക്ക് ചീര നല്ല ഇഷ്ടമാണ്. ചെറുപ്പം മുതൽ എനിക്ക് ചീര കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. ചോറും ചീരയും അച്ചാറും ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ എനിക്ക് കോവയ്ക്കയും ഇഷ്ടമാണ്. എന്തോ ഈ കടയിൽ കോവയ്ക്കയും ഇല്ല. അപ്പം പിന്നെ ന്യൂൺ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾക്ക് ഓർഡർ ചെയ്യാം. പക്ഷെ നമുക്കിപ്പം നമ്മുടെ അക്കൗണ്ടിൻ്റെ കാര്യം ഒന്ന് ശരിയായി വന്നിട്ടേ ഉള്ളൂ. അപ്പം ക്യാഷ് ഓൺ ഡെലിവറി അങ്ങനെയൊന്നും അതിൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഡെബിറ്റ് കാർഡ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഇനി അത് വന്നിട്ട് നമുക്ക് ന്യൂണിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ അങ്ങനെ പച്ചക്കറിയൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിയുമ്പം ചിലപ്പം ഒരു ക്യാരറ്റൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ വരണ്ടാവുക. ആകെ കൂടെ 2 പേരല്ലേ ഉള്ളൂ. കൂടുതലായിട്ട് മേടിച്ച് വെച്ചിട്ട് ചീത്തയാക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇങ്ങനെ ഓൺലൈനിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരെണ്ണമായിട്ടൊന്നും കിട്ടില്ലല്ലോ. അവർ ഒരു 1/2 കിലോ അല്ലെങ്കിൽ ഇപ്പം അങ്ങനെയൊക്കെ എന്തൊക്കെയോ 250 ഗ്രാമോ 500 ഗ്രാമോ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയല്ലേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇവിടെ സമയം 6:30 ആയിട്ടോ. 6:30 ആയപ്പോഴാണ് ഉച്ചക്കലത്തേക്കുള്ളതിൻ്റെ ആക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങനെയാണ് ഒരു 7 മണി 7:30 ആകുമ്പോഴത്തേക്കായിരിക്കും ഉച്ചയിലത്തെ ഫുഡ് എന്നുള്ള രീതിയിൽ കഴിക്കുന്നത്. ഞാൻ എങ്ങനെയാണ് കഴിക്കണേന്ന് അറിയോ? ഞാൻ വീട്ടിൽ വെച്ചിട്ട് നമ്മൾക്കിങ്ങനെ ഒരു ടൈം ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് രാവിലെ ഒരു 7:30-8 മണിയാകുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഉച്ചയ്ക്ക് 12:30 ആകുമ്പോൾ ലഞ്ച് കഴിക്കും. വൈകുന്നേരം ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഡിന്നറ്, 4 മണി 3:30-4 മണിയാകുമ്പോൾ ചായ. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടല്ലോ, അതിങ്ങനെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതനുസരിച്ചിട്ടാണ് ഇവിടെ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഓൾറെഡി നമ്മളുടെ സമയം തെറ്റായിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഫുഡ് സ്കിപ്പ് ചെയ്തിട്ട് ഇനി അങ്ങനെ പ്രശ്നങ്ങൾ വരണ്ടെന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ ചില സമയത്ത് ഞാൻ ലഞ്ച് എന്നുള്ള ആ ഒരു സംഭവം നമ്മൾ സ്കിപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെ വരുമ്പം വയറിന് നല്ലതല്ല. എനിക്ക് ആ ഒരു ഡിഫറൻസ് എനിക്ക് മനസ്സിലാവാറുണ്ട്. നമ്മൾ കുറേ നേരം ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമ്പോഴും നമ്മുടെ വയറിന് ഗ്യാസ് കയറിയിട്ട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതേ ആകാശമൊക്കെ അത് സൂര്യനൊക്കെ പോയി 6:30 ആയി. അപ്പം ഇനി കുറച്ച് അൽക്കൊളുത്ത് പണികളുണ്ട്. കബോർഡും കാര്യങ്ങളൊക്കെ ഏട്ടൻ്റെ കബോർഡ് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പം എൻ്റെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കും അടുത്തു. ഇപ്പറേക്ക് നല്ല അലമ്പായിട്ടാണ് കിടക്കണേ. അപ്പോൾ അതൊക്കെ ഇനി ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഈ തുണി കുറച്ച് ഇങ്ങോട്ടേക്ക് പരത്തിയിട്ടിട്ട് ഈ ഒരു സെക്ഷനിൽ തുണിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ അതൊക്കെ കൂടെ ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കും. പിന്നെ ഇനിയൊന്നുമില്ല, ചോറും കൂടെ ഒന്ന് തിളപ്പിച്ചാല റൈസ് കുക്കറിൽ എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമ്മുടെ സ്ഥിരം അടിക്കുക തൂക്കുക പരിപാടികൾ, കുറച്ച് എഡിറ്റിങ്ങിൻ്റെ പരിപാടിയുണ്ട്. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കുറച്ചൊക്കെ ഞാൻ ഇടയ്ക്ക് പെറുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 7:30 ആയിട്ടോ. അപ്പോൾ ഞാനിനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ഉച്ചക്കലത്തെ ഭക്ഷണമാണ് രാത്രി 7:30 ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ പിന്നെന്താ, വേറൊന്നുമില്ല. പിന്നെ നമുക്ക് നാളെ വേറെ വീഡിയോയിൽ കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.